ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിളി യു ക്യാൻ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ബോക്സുകൾ വേസ്റ്റിലിടാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം ഡെക്കറാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലത്തെ ബോക്സുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് പഴയ നോട്ട്ബുക്കിൻ്റെയോ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ ചൊട്ടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ കറി പൗഡറൊക്കെ വാങ്ങിക്കുന്ന പാക്കുകൾ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ തിന്നായിട്ട് വരുന്ന ഏത് കാർഡ്ബോർഡും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടീ ബാഗിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലൊരു ഹാഫ് പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ആ കാർഡ്ബോർഡിൽ വെച്ചിട്ട് പെറ്റലിൻ്റെ ഷേപ്പ് അതിൽ വരച്ചു കൊടുക്കാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പെറ്റലും ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ വരക്കുന്നതാണെങ്കിലും എല്ലാ പെറ്റലിലും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പെറ്റൽസും കൂടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ടോട്ടൽ 12 പെറ്റലാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് പെറ്റലിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പെറ്റലിൻ്റെ സൈസും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കുറച്ചുകൂടെ വലിയ ഫ്ലവർ വേണമെങ്കിൽ വലിയ പെറ്റൽസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റലും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പെറ്റൽസ് എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്താഷ്യലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 പിസ്താഷ്യലാണ് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഓരോ പിസ്താഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റോസ് ഫ്ലവർ പോലെ ഉണ്ടാക്കുന്നതും അതുപോലെ വാൾ ഹാങ്ങിങ്സ്, ബോട്ടിലാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പിസ്താഷ്യലിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പിസ്താഷ്യലെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളർ പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്ലവർ മുഴുവനും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പിസ്താഷ്യലും ഒക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണ് വെച്ച് വരച്ചു കൊടുത്തിട്ടുള്ള ആ ലൈൻസ് കൂടെയൊക്കെ ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ആ വലിയ പെറ്റൽസിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഭാഗത്തും ചെറിയ രീതിയിൽ ഗോൾഡൻ കളർ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ കുറച്ച് ഗോൾഡൻ കളർ ആക്കിയിട്ട് ആ പിസ്താഷ്യലിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ പെറ്റൽസിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളർ എത്രത്തോളം നിങ്ങൾക്ക് ഈ ലൈറ്റ് കൊണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. പിന്നെ ഇതുപോലെ വേറെ 2 കളറും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് 3 ഫ്ലവർ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒരു ഫ്ലവറേ ചെയ്തിട്ടുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്